മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സർവൈവൽ ഡ്രാമ മൂവിയെ പറ്റിയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ. 1. കൊടൈക്കനാൽ ട്രിപ്പ് പോയ 11 സുഹൃത്തുക്കളും അവരിലൊരാൾ ഗുണ കേവ്സിൽ വീണു പോകുന്നതും ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ഉള്ള ശ്രമവുമാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കഥ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ യഥാർത്ഥ ജീവിതത്തിലെ മഞ്ഞുമ്മൽ ബോയ്സ് ക്യാമിയോ റോളിൽ വരുന്നത് ആരും ആദ്യം ശ്രദ്ധിച്ചില്ല. ചിത്രത്തിൽ അഭിനയിച്ച ആക്ടേഴ്സും മറ്റൊരു ടീമും തമ്മിലുള്ള തുടക്കത്തിലെ വടംവലി മത്സരത്തിൽ എതിർ ടീമിൽ ഉണ്ടായിരുന്നവർ ഒറിജിനൽ മഞ്ഞുമ്മൽ ബോയ്സ് ആയിരുന്നു. 2. ബോക്സ് ഓഫീസിൽ 2018 എന്ന മൂവിക്കുണ്ടായിരുന്ന ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിം എന്ന റെക്കോർഡ് ആയ 107 കോടി മഞ്ഞുമ്മൽ ബോയ്സ് മറികടന്നു. 3. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും മഞ്ഞുമ്മൽ ബോയ്സിനാണ്. 5 കോടിക്കടുത്ത് ആണ് ഇതുവരെ മലയാള ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കളക്ട് ചെയ്തതായി റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. എന്നാൽ മഞ്ഞുമ്മൽ ബോയ്സ് 45 കോടിക്ക് മുകളിൽ തമിഴ്നാട്ടിൽ നിന്നും കളക്ട് ചെയ്ത് ആ റെക്കോർഡും മറികടന്നിരിക്കുകയാണ്. 4. വേൾഡ് വൈഡ് കളക്ഷനിൽ മലയാള സിനിമയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന 2018 എന്ന ചിത്രത്തിൻ്റെ 177 കോടി എന്ന കളക്ഷൻ റെക്കോർഡും മഞ്ഞുമ്മൽ ബോയ്സ് മറികടക്കും എന്നുറപ്പായി. 5. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഡ്രൈവറായി അഭിനയിച്ച ഖാലിദ് റഹ്മാൻ ഒരു ഫിലിം ഡയറക്ടറാണ്. ടൊവിനോ തോമസിൻ്റെ തല്ലുമാല, മമ്മൂട്ടി അഭിനയിച്ച ഉണ്ട, ഷൈൻ ടോം ചാക്കോ അഭിനയിച്ച ലവ്, കൂടാതെ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന 2016 ഇറങ്ങിയ ആസിഫ് അലി ചിത്രം. എല്ലാ ചിത്രങ്ങളും ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായിരുന്നു. 6. ഖാലിദ് റഹ്മാൻ്റെ സഹോദരൻ ഷൈജു ഖാലിദാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ സിനിമാറ്റോഗ്രാഫർ. ഷൈജു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയായി വർക്ക് ചെയ്ത പല ചിത്രങ്ങളിൽ ചിലത് കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, നായാട്ട് എന്നിവയാണ്. 7. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഡയറക്ടർ ചിദംബരത്തിൻ്റെ സഹോദരനാണ് ചിത്രത്തിലെ കാസ്റ്റിംഗ് ഡയറക്ടറായ ഗണപതി. ചിത്രത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ചിദംബരത്തിൻ്റെ ജാനേമൻ എന്ന ചിത്രത്തിലും ഗണപതി വർക്ക് ചെയ്തിട്ടുണ്ട്. 8. മഞ്ഞുമ്മൽ ബോയ്സിൽ അഭിനയിച്ച ഗണപതി വളരെ മുമ്പ് തന്നെ ഒരു നടൻ എന്ന നിലയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. 2007 റിലീസായ ദിലീപ് അഭിനയിച്ച വിനോദയാത്ര എന്ന ചിത്രത്തിൽ ബാലതാരമായിരുന്നു. വിനോദയാത്രയിൽ ഗണപതി വളരെ കൊച്ചു പയ്യൻ ആയി പ്രധാന കഥാപാത്രമാണ്. 9. ചിത്രത്തിൽ പ്രധാന റോളിൽ സഹോദരങ്ങളായി അഭിനയിച്ച ബാലു വർഗീസും ലാൽ ജൂനിയറും യഥാർത്ഥത്തിൽ കസിൻസാണ്. ആക്ടർ ഡയറക്ടർ ലാലിൻ്റെ മകനാണ് ലാൽ ജൂനിയർ. ഇളയ സഹോദരിയുടെ മകൻ ബാലു വർഗീസും. 10. മഞ്ഞുമ്മൽ ബോയ്സിൽ 1991 ഇറങ്ങിയ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് കാതൽ എന്ന പാട്ടിൻ്റെ ട്യൂൺ തുടക്കം മുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാട്ട് ഇൻ്റർനെറ്റിലാകെ വൈറലായിരിക്കുകയാണ്. റൊമാൻറ്റിക് സോങ് ആയിരുന്ന കൺമണി ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ആകെ ഉപയോഗിക്കുന്നുണ്ട്. ഗുണ എന്ന ചിത്രത്തിൽ ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നതും ഗുണ കേസിൽ തന്നെയാണ്. ഫിലിം ക്രിട്ടിക്കും ദ ഹിന്ദു മെട്രോപ്ലസിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററുമായ ശ്രീനിവാസ് രാമാനുജം പറയുന്നത് തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ് സൂപ്പർ ഹിറ്റ് ആവാനുള്ള കാരണം കൺമണി എന്ന പാട്ട് ചിത്രത്തിൽ എഫക്റ്റീവായി യൂസ് ചെയ്തത് കൊണ്ടാണ് എന്നാണ്. 11. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കഥ അധിക ഭാഗവും ഗുണ കേവ്സിനുള്ളിൽ വെച്ചാണ് നടക്കുന്നത്. ആർക്കും പ്രവേശനമില്ലാത്ത ഗുണ കേവ്സിൽ വെച്ച് ആ ചിത്രം എങ്ങനെ ഷൂട്ട് ചെയ്തു? ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറായ അജയൻ ചാലിശ്ശേരി മനോരമ ഓൺലൈനോട് പറഞ്ഞത് ചിത്രം പെരുമ്പാവൂരുള്ള ഒരു ആളൊഴിഞ്ഞ ഗോഡൗണിൽ സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തത് എന്നാണ്. ഗുണ കേവ്സിൽ ഷൂട്ട് ചെയ്യാൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പെർമിഷൻ ലഭിക്കാത്തതും കേവ്സിനുള്ളിൽ ഷൂട്ട് ചെയ്യുക അപകടകരമായത് കൊണ്ടും ആണ് സെറ്റിട്ടത്. 12. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന നടൻ സൗബിൻ സഹീറും ഷോൺ ആൻ്റണിയും ബാബു സാഹിറും ചേർന്നാണ്. സൗബിൻ സഹീറിൻ്റെ ഫാദറാണ് ബാബു സാഹിർ. 40 വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ ലോകത്തെത്തിയ വ്യക്തിയാണ് ബാബു സാഹിർ. സിനിമാ നടനാവാൻ പ്രയത്നിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ഒടുവിൽ പ്രൊഡ്യൂസർ വരെ ആയ വ്യക്തിയാണ് ബാബു സാഹിർ. ഇത്രയും പ്രത്യേകതയുള്ള ഈ കൊച്ചു ചിത്രം ഇന്ത്യയിൽ പേരെടുത്തതിൽ അത്ഭുതപ്പെടേണ്ടില്ല.